വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ KSRTC കാന്തല്ലൂരിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്ന ടൂർ പാക്കേജിനെ കുറിച്ച്, ടൂർ സർവീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ KSRTCയോടൊപ്പം യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ മെയ് മാസം 2024 മെയ് മാസം ചാർട്ട് ചെയ്തിരിക്കുന്ന കാന്തല്ലൂർ ട്രിപ്സ് ആണ്. അപ്പം നിങ്ങൾ KSRTCയോടൊപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും സേഫറായിട്ട് പോയിട്ട് വരാം. രണ്ട്, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പോയിട്ട് വരാം. നമ്മളൊരു കാർ എടുത്ത് പോകുന്ന ഒരു എക്സ്പെൻസ് വരത്തില്ല, കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പോയിട്ട് വരാം. അപ്പം ഇതൊക്കെയാണ് മെയിൻ അഡ്വാൻറ്റേജസ്. പിന്നെ നമുക്ക് സേഫറായിട്ട് പോയിട്ട് വരാം. പിന്നെ നിങ്ങൾ ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഒരുപാട് വീഡിയോസ് KSRTCയുടെ ടൂർ പാക്കേജുകൾ അവർ നടത്തുന്നതിനെ കുറിച്ചുണ്ട്. അപ്പം കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന, വളരെ എൻജോയ് ചെയ്ത് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ട്രിപ്പ് തന്നെയാണ് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം ട്രിപ്സ്. അപ്പം ഞാൻ അതിൻ്റെ ഷെഡ്യൂൾസ് ഒന്ന് ഷെയർ ചെയ്യാം. കാന്തല്ലൂർ ട്രിപ്പിൻ്റെയാണ് ഞാൻ ഇതിൽ പറഞ്ഞു പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഏതൊക്കെ ഡിപ്പോയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പർ കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതായത് ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം. അതിൻ്റെ റേറ്റ്സും, പിന്നെ അതിൻ്റെ ഷെഡ്യൂൾസ്, എത്ര മണിക്ക് തുടങ്ങുന്നു, എത്ര മണിക്ക് തീരുന്നു, അതിൻ്റെ ഐറ്റിനറി എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അതെല്ലാം നമുക്ക് അവരുമായിട്ട് ഡയറക്റ്റ്ലി സംസാരിക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മെയ് 4 എറണാകുളം ഡിപ്പോയിൽ നിന്നാണ് കാന്തല്ലൂരിലേക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 4 തന്നെ തൃശ്ശൂർ ഡിപ്പോയിൽ നിന്നുണ്ട്, എറണാകുളത്തുനിന്നും തൃശ്ശൂരിൽ നിന്നുണ്ട്. മെയ് 5 വരുമ്പോൾ കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്നാണ് കാന്തല്ലൂരിലേക്ക് ടൂർ ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്, 50 പേരാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയ് 11 ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്നും എറണാകുളം ഡിപ്പോയിൽ നിന്നും ഉണ്ട്. മെയ് 11 ചെങ്ങന്നൂരിൽ നിന്നും എറണാകുളത്തു നിന്നും ഉണ്ട്. അത് കഴിഞ്ഞ് മെയ് 15 പിന്നെ എറണാകുളം ഡിപ്പോയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 15 എറണാകുളം ഡിപ്പോയിൽ നിന്ന് വീണ്ടും കാന്തല്ലൂർ സർവീസ് ഉണ്ട്. മെയ് 16 ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെങ്ങന്നൂർ ഡിപ്പോയിൽ നിന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് മെയ് 16. അത് കഴിഞ്ഞ് പിന്നെ മെയ് 18 വൈക്കം കൂത്താട്ടുകുളം. മെയ് 18 വൈക്കം കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്നാണ്, അതും ഫാസ്റ്റ് പാസഞ്ചർ ബസ് തന്നെയാണ്, കാന്തല്ലൂരിലേക്ക് അവർ സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 23 എറണാകുളം ഡിപ്പോയിൽ നിന്ന് കാന്തല്ലൂർ പാക്കേജ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് സർവീസ് കാന്തല്ലൂരിലേക്കുള്ള ലാസ്റ്റ് സ്കെഡ്യൂൾഡ് ട്രിപ്പ് എന്ന് പറയുന്നത് കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്നാണ്. അതും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. 50 സീറ്റ്സ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത് മെയ് 25 കാന്തല്ലൂരിലേക്ക് കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടെൻറ്റേറ്റീവ് സ്കെഡ്യൂളാണ് KSRTC ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഞാൻ നമ്പർ കൂടി ഇപ്പോൾ ഷെയർ ചെയ്യാം. അതിൽ വിളിച്ചിട്ട് ഏത് ഡിപ്പോ ആണെന്ന് നോക്കിയിട്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ട്രിപ്പ് ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ട്രിപ്സ് ചാർട്ട് ചെയ്യാം, സീറ്റ്സ് ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ കോൺടാക്ട് നമ്പർ കൂടി ഒന്ന് നോക്കാം. ട്രിവാൻഡ്രത്തുള്ള ഓരോ ഡിപ്പോകളുടെയും കോൺടാക്ട് നമ്പറാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. അപ്പം നിങ്ങൾ ആവശ്യമുള്ള നമ്പർ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വിളിക്കുക. ഇത്രയാണ് ട്രിവാൻഡ്രം ഡിപ്പോയിലുള്ള, ട്രിവാൻഡ്രം ജില്ലയിലുള്ള ഡിപ്പോകൾ. ഇത് കഴിഞ്ഞ് കൊല്ലം ജില്ലയിലുള്ള ഡിപ്പോകളുടെ നമ്പറുകളാണ്. കഴിഞ്ഞ് പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, വയനാട് ജില്ല, കണ്ണൂർ. അപ്പോൾ ഇത്രയാണ് നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട്, എവിടെയാണോ നിങ്ങളുടെ ഡിപ്പോ വരുന്ന അവിടെ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നമ്പർ നോട്ട് ചെയ്ത് എടുത്തിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ, ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ അവർ ഈ ട്രിപ്പുകളെ കുറിച്ചുള്ളത് ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ കൂടുതൽ KSRTC റിലേറ്റഡ്, ബഡ്ജറ്റ് ടൂർ റിലേറ്റഡ് വീഡിയോസ്
എല്ലാവർക്കും ഹെൽപ്പ് ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.